ഞാൻ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പറയുന്നത് ഓസി മൈൻഡ് ചെയ്യില്ലേ, ഈ ജോലിയും കൂലിയും ഇല്ലാത്ത ഇവന്മാരൊക്കെ ഇതുപോലെ ജീവിക്കാൻ. ആ കാര്യങ്ങൾ പരിഹരിക്കുന്നതിന് പകരം അല്ലെങ്കിൽ ആ കാര്യങ്ങളെ പറ്റി പറയുന്നതിന് പകരം ഇവർ ആ പയ്യന്റെ മേൽ കുറെ അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ചു. അവനെ അവർ സെക്ഷലി ഹരാസ് ചെയ്തു. എന്നിട്ട് ഇവർ പറയുന്നത് ഇവരെ അവൻ സെക്ഷലി ഹരാസ് ചെയ്തതാണ്. അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ നീണ്ടു നിൽക്കുവാണ് ഈ ദിയ കൃഷ്ണയും അതുപോലെ തന്നെ അവരുടെ ഓർണമെന്റ്സ് ഓബൈ ഓസി ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇഷ്യൂസും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിൽ അനന്തുവിലേക്ക് ഇത് ഫോക്കസ്ഡ് ആയിട്ട് പോയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ അനന്തുവിനെ മുന്നിൽ നിർത്തിയിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ അനന്തുവിനെ മുന്നിൽ നിർത്തിയിട്ട് അനന്തു ആണ് ഇതൊക്കെ ചെയ്തത് എന്നുള്ള രീതിയിലൊരു സമർത്ഥിക്കുന്ന രീതിയിൽ അനന്തുവിനെ ഒരു ബലിയാടാക്കുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തു. ദിയ കൃഷ്ണ ചെയ്ത വീഡിയോയിലും കാര്യങ്ങളിലും ഒക്കെ ഇപ്പൊ കുറെ എക്സ്പ്ലനേഷൻ എക്സ്പ്ലനേഷനുമായിട്ട് ആദ്യം വന്ന വീഡിയോയിലൊക്കെ ആള് പറഞ്ഞേക്കുന്നത് ഫുള്ളി അനന്തുവിനെ പറ്റിയിട്ടാണ്. അതിൽ കുറച്ച് കാര്യങ്ങൾ മാത്രമേ അവിടുന്ന് ഇവിടുന്നൊക്കെ പറയുകയും പിന്നെ ഒരുമാതിരി ഭീഷണി പോലെയൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പൊ എന്തായാലും ഇപ്പൊ വീണ്ടും ദിയ കൃഷ്ണ ഒരു ഇതുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു, എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട്. അത് കഴിഞ്ഞ് ഇപ്പൊ അവസാനമായിട്ട് അനന്തു ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതായത് അനന്തു കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോ ഈ ദിയ കൃഷ്ണയും അവരുടെ ഒരു പണവും സ്വാധീനമൊക്കെ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്തു, അത് ഡിലീറ്റ് ചെയ്യിപ്പിച്ചു. അതായത് അനന്തു വ്യക്തമായിട്ട് ഇവർക്കെതിരെ പ്രൂഫുകൾ അടക്കം ഇട്ട വീഡിയോസും കാര്യങ്ങളും എന്തുകൊണ്ടാണ് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളും ഒക്കെ വ്യക്തമായിട്ട് പറഞ്ഞ ആ വീഡിയോ ആണ് ഡിലീറ്റ് ചെയ്യിപ്പിച്ചത്. അപ്പോൾ പലർക്കും സംശയം ഉണ്ടായിരുന്നു ഈ വീഡിയോ ഡിലീറ്റ് ആക്കിയിട്ട് അനന്ത് പേടിച്ച് ഓടിയതാണ് എന്നുള്ള രീതിയിൽ. പക്ഷെ അങ്ങനെയല്ല ശരിക്കുള്ള കാര്യം എന്ന് പറഞ്ഞിട്ട് അനന്തു നേരത്തെ അതിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അതിലെ കുറച്ച് ഭാഗങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. മരിച്ചുപോയവരുമായിട്ടോ യാതൊരു ബന്ധവും ഡിസ്ക്ലെയിമർ ആദ്യം ഞാൻ പറഞ്ഞു. ഒരിടത്ത് ഒരു ഗ്രാമം കഞ്ഞിക്കുഴി എന്നാണ് ഈ ഗ്രാമത്തിന്റെ പേര്. അവിടുത്തെ ആളുകൾക്ക് കുഴി കുഴിച്ചിട്ടാണ് ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നതാണ്. രാജാവിന്റെ മകളാണ് എന്നിട്ടാണ് പറയുന്നത് ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നതാണ്. സ്റ്റിൽ രാജാവിന്റെ പേരിലാണ് മോളെ അറിയപ്പെടുന്നത്. എന്നിട്ടും പറയും ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നതാണ്. ഇവർക്കെതിരെ ആര് വന്ന് പ്രതികരിച്ചാലും അവരെ അടിച്ച് തറപറ്റിക്കുക. ഈ രാജാവിന് രാജ്യത്ത് വലിയ പിടിപാട് കാര്യമൊന്നുമില്ല, പക്ഷെ ഭയങ്കര പവർഫുൾ ആണ്. പിടിപാടില്ലെങ്കിലും എങ്ങനെ ഇത്ര പവർഫുൾ ആവുമെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ ഇരിക്കും ഈ മകളുടെ സാമ്രാജ്യത്തിനെതിരെ ഒരു പയ്യൻ ഒരു ദിവസം കുറച്ച് കാര്യങ്ങൾ പറയും. ആ കാര്യങ്ങൾ പരിഹരിക്കുന്നതിന് പകരം അല്ലെങ്കിൽ ആ കാര്യങ്ങളെ പറ്റി പറയുന്നതിന് പകരം ഇവർ ആ പയ്യന്റെ മേൽ കുറെ അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ചു. അപ്പോൾ ഇത് പറയുന്ന സമയത്ത് കഴിഞ്ഞ ദിവസം ഞാനും പറഞ്ഞൊരു കാര്യമാണ്, ഇവർക്ക് എല്ലാവർക്കും ഭയങ്കര പുച്ഛമാണ് എല്ലാവരെയും ഭയങ്കര പുച്ഛത്തോടു കൂടിയാണ് ഇവർ കാണുന്നതെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യമാണ്, യൂട്യൂബേഴ്സിനെ ആണെങ്കിലും എല്ലാവരെയും ഭയങ്കര പുച്ഛിച്ച് തള്ളി, കസ്റ്റമേഴ്സിനെയും പുച്ഛിച്ച് തള്ളുന്ന മാതിരിയാണ് ഈ ഇവരുടെ സംസാരം കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് ഇതിലേക്ക് വരുന്നതിന് മുൻപ് കഴിഞ്ഞ ദിവസം ഈ OC-യുടെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് സിന്ധു കൃഷ്ണ ഇട്ട വീഡിയോയിൽ അവസാന ഭാഗത്തിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് അതൊന്ന് കേട്ടാം. അത് കേട്ടിട്ട് വേണം നമുക്ക് എന്തായാലും ഈ അനന്തുവിന്റെ വീഡിയോ കേൾക്കാൻ വേണ്ടിയിട്ട്. ഓസി ഇന്നലെ ഇട്ടൊരു വീഡിയോ ട്രെൻഡിങ് ഇപ്പോൾ ഓസിയുടെ എന്തോ ഇത് കുറിച്ചിട്ട് എന്തോ അവളുടെ ഓസിയുടെ ജ്വല്ലറി വാങ്ങിച്ചതിൻ്റെ ഇഷ്യൂ ഏതോ ഒരു ലേഡി വന്ന് എന്തോ പറഞ്ഞു. അതിനെ കുറിച്ച് പിന്നെ അങ്ങോട്ട് വഴിയെ പോണ യൂട്യൂബേഴ്സ് എല്ലാവരും കൂടെ വന്ന് അവരവരുടെ കഴിവ് തെളിയിക്കാനായിട്ട് അവരവരുടെ കുറേ വീഡിയോസ് എടുത്തിട്ടു. അങ്ങനെ അതിനെ ഓസി പ്രതികരിച്ചു കൊണ്ടുള്ളൊരു വീഡിയോ ആണ് ഇന്നലെ ഓസി ഇട്ടത്. ഞാൻ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പറയുന്നത് ഓസി മൈൻഡ് ചെയ്യില്ലേ, ഈ ജോലിയും കൂലിയും ഇല്ലാത്ത ഇവന്മാരൊക്കെ ഇതുപോലെ ജീവിക്കാൻ അവർക്ക് ജീവിക്കണ്ടേ. സോ അവരൊക്കെ ഇതുപോലെ ഏതെങ്കിലും 4 പേര് അറിയുന്ന ആരുടെയെങ്കിലും എന്തെങ്കിലും ഒരു ഇഷ്യൂ കിട്ടുവാണെങ്കിൽ അതെടുത്തിട്ട് അതവർക്കൊരു കണ്ടന്റ് ആക്കി സംസാരിക്കുമ്പോൾ അവർക്ക് തോരാതെ സംസാരിക്കാൻ എന്തെങ്കിലും ഒരു ടോപ്പിക്ക് കിട്ടും. ഇതിൽ സിന്ധു കൃഷ്ണ വളരെ മോശം രീതിയിൽ ഒരുമാതിരി കഞ്ഞി കുടിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ കഞ്ഞി കുടിച്ച് പോട്ടെ അതല്ലേ അവർക്ക് ആകെ ഇതുള്ളൂ, അല്ലെങ്കിൽ വീഡിയോ ഇട്ട് കഞ്ഞി കുടിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത്. ഈ പറയുന്ന ആൾക്കാർ വീഡിയോ ഇതുവരെ ഇടാത്ത ആൾക്കാരോ അല്ലെങ്കിൽ ഇതുവരെയും വീഡിയോസോ കാര്യങ്ങളോ ചെയ്യാത്തയോ ആൾക്കാരോ ആണെങ്കിലും ഓക്കെ, ഇത് ഒരു വീട്ടിൽ എല്ലാവർക്കും യൂട്യൂബ് ചാനലും കാര്യങ്ങളും ഉണ്ട്, എല്ലാവരും ഡെയിലി വീഡിയോസും കാര്യങ്ങളും ഇടുന്നു. അതേ ആൾക്കാർ വന്നിട്ടാണ് ബാക്കി യൂട്യൂബേഴ്സിനെ പറയുന്നത്, അതായത് കഞ്ഞി കുടിച്ച് പോകണ്ടേ വീഡിയോസ് ഇട്ടിട്ട് എന്ന് പറയുന്നത്. അതിലെന്ത് അർത്ഥമാണുള്ളതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇത് ഈ കാര്യം പറഞ്ഞിട്ട് നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളും ഇതെന്നെ ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടൊരു കമന്റ് താഴെ വന്നായിരുന്നു. അതിന് താഴെയും ഇതുപോലുള്ള എന്താ പറയാ റിപ്ലൈയും കാര്യങ്ങളും തന്നെയാണ് ആൾ കൊടുത്തേക്കുന്നത്. അപ്പൊ ഞാൻ അത് കൂടെ വെക്കാം. അപ്പൊ ഇവരുടെ ഫാമിലിയിലെ എനിക്ക് മനസ്സിലായിടത്തോളം കാര്യം ഇവർക്ക് എല്ലാവർക്കും ഏകദേശം എല്ലാവരോടും ഒരു പുച്ഛമാണ്. അവരെന്തോ വലിയ സംഭവമാണെന്നുള്ള രീതിയിലൊരു സംസാരം പോലെയാണ് എനിക്കിത് പേഴ്സണലി കേട്ടപ്പോൾ ഫീൽ ചെയ്തത്. അപ്പൊ എന്തായാലും ദിയ കൃഷ്ണ പറയുന്നതും ഇത് തന്നെയാണ്, കഞ്ഞി കുടിച്ചു വേണ്ടി അതിനു വേണ്ടിയിട്ടാണ്, അല്ലാതെ കസ്റ്റമറിന്റെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും അവരെവിടെയും സംസാരിക്കുന്നില്ല. അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ കസ്റ്റമറിനെ മാത്രം എടുത്തിട്ട് ഇതല്ലേ വന്ന പ്രശ്നം എന്ന് പറഞ്ഞിട്ട് അതിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. അല്ലാതെ ഇതല്ലാതെ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും വന്നിട്ടുണ്ട്. അതായത് മൊത്തത്തിലുള്ള ഒരു പ്രശ്നമാക്കി എടുക്കാതെ ഒരു പർട്ടിക്കുലർ പ്രശ്നം ഒരു പർട്ടിക്കുലർ കസ്റ്റമറിനെ മാത്രം പറഞ്ഞിട്ട് ആ ഒരു ഇഷ്യൂ മാത്രം സോൾവ് ചെയ്ത് വിടുന്ന രീതിയിലേക്കാണ് ദിയയും പറയുന്നത്.
അല്ലാതെ ഒരുപാട് പേര് കമന്റ് ബോക്സിൽ കമന്റ് ഇടുന്നുണ്ട്, കാര്യങ്ങൾ ഇടുന്നുണ്ട്. അതുപോലെ ഗൂഗിൾ റിവ്യൂസ് ആണെങ്കിലും ഇവർ ഈ വീഡിയോ ഇടുന്നതിന് തലേന്ന് വരെ ഇവർക്കെതിരായിരുന്നു ഫുള്ള്. പക്ഷെ ഇവർ വീഡിയോസ് ഒക്കെ ഇട്ട് കഴിഞ്ഞ ശേഷം ഫുൾ PR ആണോ കാര്യങ്ങളാണോ എന്ന് അറിയില്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പിന്നീട് കണ്ടത്. അപ്പൊ മൊത്തം തല കീഴായിട്ട് പറഞ്ഞു, അനന്തുവിനെ കൊണ്ട് വീഡിയോ ഡിലീറ്റ് ആക്കിപ്പിച്ചു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ അനന്തു പറയുന്ന ബാക്കി കാര്യങ്ങളോട് നമുക്കൊന്ന് കേട്ടിട്ട് വരാം. അങ്ങനെ ഈ മകളുടെ സാമ്രാജ്യത്തിനെതിരെ ഒരു പയ്യൻ ഒരു ദിവസം കുറച്ച് കാര്യങ്ങൾ പറയും. ആ കാര്യങ്ങൾ പരിഹരിക്കുന്നതിന് പകരം അല്ലെങ്കിൽ ആ കാര്യങ്ങളെ പറ്റി പറയുന്നതിന് പകരം ഇവർ ആ പയ്യന്റെ മേൽ കുറെ അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ചു. അവനെ അവർ സെക്ഷലി ഹരാസ് ചെയ്യും. എന്നിട്ട് ഇവർ പറയുന്നത് ഇവരെ അവൻ സെക്ഷലി ഹരാസ് ചെയ്യുന്നതാണ്. ഇവർ പറയുന്ന ഓരോ കാര്യങ്ങളും 1 by 1 ആയിട്ട് ലൈൻ ബൈ ലൈൻ ആയിട്ട് ആ പയ്യൻ വന്ന് മൊത്തം തെളിവടക്കം വെച്ച് പൊളിച്ചടുക്കി കൊടുത്തു. ഈ പയ്യൻ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഒക്കെ ഉണ്ട് ആ രാജ്യത്ത്. അവൻ വലിയ സെലിബ്രിറ്റി ഒന്നും, അവൻ വളരെ സാധാരണ കുടുംബത്തിന് കയറി വന്ന ഒരു വ്യക്തിയാണ്. പിന്നെ അവന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഈ കാര്യം വിളിച്ചു പറഞ്ഞു അങ്ങോട്ട് ഉടനെ ഒരു 4 മണിക്കൂർ തികയുന്നതിന് മുമ്പ് തന്നെ അവന്റെ വീട്ടിൽ കുറച്ച് പോലീസുകാർ വളരെ സമയത്തോടെയാണ് സംസാരിച്ചത്. അവർ റിയാലിറ്റി എന്താണ് എന്ന് അവൻ പറഞ്ഞ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ടാണ് അവർ സംസാരിച്ചത്. അവർ പറഞ്ഞത് ഈ ഒരു ഇഷ്യൂ നമുക്ക് അധികം വഷളായി കൊണ്ടുപോകണം, ഇത് ഇവിടെ തീരുന്നെങ്കിൽ തീരട്ടെ, ആ വീഡിയോ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു എന്നാണ് അവർ പറഞ്ഞത്. അന്നേരം ആ പയ്യന് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു. അവർക്ക് തന്നെ മനസ്സിലായി, അവർ തന്നെ പറയുന്നുണ്ടായിരുന്നു പയ്യന്റെ ഭാഗത്താണ് ന്യായം. കാര്യം അവനെ പറ്റി വേണ്ടാത്ത കാര്യങ്ങളാണ് ഈ രാജാവിന്റെ മകൾ ഇരുന്ന് പറഞ്ഞത്. അത് കൃത്യമായി പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് പറഞ്ഞിട്ട് പോലും അതിനെതിരെ ഒന്നും ഈ മകൾ പ്രതികരിച്ചിട്ടില്ല. അങ്ങനെ ഈ പോലീസുകാരുടെ നിർബന്ധത്തിന് അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നം മുന്നോട്ട് കൊണ്ടുപോകണ്ട എന്ന് വിചാരിച്ചിട്ട് അവൻ വീഡിയോ ഡിലീറ്റ് ചെയ്തത്. എത്ര വീഡിയോ ഇവർക്കെതിരെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അനന്തു എന്തിനാണ് വീഡിയോ ഡിലീറ്റ് ചെയ്തത് എന്നുള്ളതിന്റെ ഉള്ളൊരു ഉത്തരം തന്നെയാണ് അനന്തു അതിൽ കൊടുത്തേക്കുന്നത്. ഒരുപാട് ഊഹാപോഹങ്ങളും പേടിച്ചോടി എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ വീട്ടിലേക്ക് പോലീസിനെ അയച്ചിട്ട് അവര് പറഞ്ഞിട്ടാണ് വീഡിയോസും കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ പോലീസുകാർക്കാണെങ്കിലും കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്നാണ് പറയുന്നത്. അപ്പൊ അതുപോലെ തന്നെ അനന്തു ആണെങ്കിലും തിരിച്ചങ്ങോട്ടേക്കും ഒരു നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളെ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരു കംപ്ലൈന്റ് കൊടുക്കാന്ന് പറഞ്ഞിട്ട് അനന്തു കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ തന്നെ കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ ദിയ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഞാൻ കംപ്ലൈന്റ് കൊടുത്തതിന്റെ ബേസിലാണ് ഇവിടെ വന്നിട്ട് ഇങ്ങനെ കാണിച്ചതാണ്. ദിയയുടെ ഭാഗത്ത് കംപ്ലൈന്റ് ഒന്നും കൊടുക്കാതെ ഒരു വരട്ടുന്ന മാതിരിയാണ് ഈ സംഭവം സംഭവിച്ചതെന്നാണ് എന്തായാലും അനന്ത് പറഞ്ഞു വെക്കുന്നത്. പക്ഷേ ഈ രാജകുമാരിയുടെ അഹങ്കാരം, കസ്റ്റമേഴ്സിനോടുള്ള പുച്ഛം, രാജകുമാരിയാണ് പുച്ഛം, ഇതൊക്കെ കണ്ടിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഓരോരുത്തർ ഇവർക്കെതിരെ വീഡിയോ ചെയ്യുന്നത്. ഇടയ്ക്കിടയ്ക്ക് പറയും ബാക്കിയുള്ള കഞ്ഞി കുടിച്ചോട്ടെ. കാര്യം ഇവരുടെ നാട്ടിൽ കുഴി കുത്തിയാടെ കഞ്ഞി കൊടുക്കുന്നത്. ഇവർ പണ്ട് തൊട്ടേ കുഴി കുത്തി കഞ്ഞി കൊടുക്കുന്ന ആൾക്കാരാണ്. അന്നേരം കഞ്ഞി കുടിച്ചോട്ടെ ഇങ്ങനെ പറയാറുണ്ട്. മനസ്സിലായോ? ഇത്രേ പറയാനുള്ളൂ. പവർ ഉണ്ടെങ്കിൽ, മണി ഉണ്ടെങ്കിൽ ഇവിടെ എന്ത് നടക്കും? ആരുടെ വേണമെങ്കിലും വാ കെട്ടി മൂടാൻ പറ്റും. ഈ ഒരു ഇഷ്യൂ മുന്നോട്ട് കൊണ്ടുവരാൻ പയ്യന് വലിയ ആഗ്രഹമൊന്നുമില്ല. ആരെ ഡിഫൈൻ ചെയ്യണമെന്നോ ആരുടെ ബിസിനസ് ഇറക്കണമെന്നോ പയ്യന് വലിയ ആഗ്രഹമൊന്നുമില്ല. ബട്ട് ഒരു തവണയെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ലെവലേശമെങ്കിലും റിഗ്രറ്റ് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റോറി എങ്കിലും എഴുതുക. ഈ പ്രശ്നം നടത്തിയത് ആ പയ്യന് ഒരുപാട് ഇന്റർവ്യൂസിനൊക്കെ കുറെ ചാനലുകളിൽ വിളിയൊക്കെ വന്നിട്ടുണ്ട്. അത് പോണോ വേണ്ടതെന്ന് പയ്യൻ തീരുമാനിച്ചിട്ടില്ല. സൈഡ് ഫുൾ ക്ലിയർ ആയിട്ട് അറിയാം, മൊത്തം എടുത്തിട്ടുണ്ട്. ക്വാളിറ്റി ഇഷ്യൂസ് ഉണ്ട്, അത് പറയാൻ പറ്റില്ല. ഞാൻ ഒരുപാട് വീഡിയോസ് പലരും അയച്ചിട്ടുണ്ട്. അതിനകത്ത് എക്സാമ്പിൾ കാണിച്ചു മാത്രം. അവർ വേണമെങ്കിൽ ഇതെല്ലാം എടുത്ത് ഓരോരോ കണ്ടന്റ് ആക്കായിരുന്നു. ഈ രാജകുമാരുടെ ബിസിനസ് തകർക്കാനാണെങ്കിൽ ചെയ്യത്തില്ല. ആരുടെയും ബിസിനസ് തകർക്കണമെന്ന് ഒരു തരത്തിലുള്ള ആഗ്രഹമില്ല. ഇതിൽ അനന്ത് പറയുന്നത് ഇത് തന്നെയാണ്. അതായത് ആളുടെ ഭാഗത്തു നിന്ന് ഒരുപാട് മിസ്റ്റേക്കുകൾ പറ്റിയിട്ടുണ്ടെന്നുള്ളത് എവിഡന്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് കസ്റ്റമേഴ്സ് ഒരുപാട് കംപ്ലൈൻസുകൾ ഓരോരോ വീഡിയോസിന് താഴെയും വന്നിടുന്നുണ്ട്. ഈ അനന്തുവിനാണെങ്കിൽ ഒരുപാട് പേര് കൊടുത്തിട്ടുണ്ട് വീഡിയോസ് അടക്കം. ഈ ഒറ്റൊരു വീഡിയോ അല്ല, ഒരുപാട് വീഡിയോസ്. പക്ഷെ അതൊന്നും ചെയ്യാതിരിക്കുന്നത് നമ്മുടെ എന്താ പറയാ അവരുടെ മാന്യത എന്നേ ഞാൻ പറയുന്നുള്ളൂ. പക്ഷെ എന്നിട്ടും ഈ തെറ്റ് ചെയ്യാത്ത ആൾക്കാർക്കെതിരെ വന്നിട്ട് ഓരോരോ കാര്യങ്ങൾ, അതായത് അവർക്കെതിരെ ഒരു കംപ്ലൈന്റോ കാര്യങ്ങളോ വരുന്ന സമയത്ത് അതൊന്നും സഹിക്കുന്നില്ല. അവരൊന്നും നെഗറ്റീവ് ആരും പറയാൻ പാടില്ല. അതാണ് അവരുടെ ഇത്. അവർക്ക് എപ്പോഴും പോസിറ്റീവായിട്ട് നിൽക്കണം. അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്ന സമയത്ത് അവർക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് ഒരു പ്രശ്നം. എനിക്കതാണ് ഫീൽ ചെയ്തത്. ഇവരുടെ നേരെ നമുക്ക് ഇവരുടെ നേരെ ഒരു പ്രശ്നങ്ങൾ കാര്യങ്ങൾ ഇവരൊന്നും തെറ്റ് സംഭവിക്കാത്ത ആൾക്കാരാണ്. ഒരിക്കലും ഇവർക്ക് തെറ്റ് സംഭവിക്കില്ല. ഇങ്ങനെയൊക്കെയാണ് ഇവരുടെ വിചാരം തോന്നുന്നത്. കാരണം ഇവരുടെ ഭാഗത്തുനിന്ന് ഒരു ചെറിയ മിസ്റ്റേക്കോ കാര്യങ്ങളോ ആയിക്കോട്ടെ, അതൊരു സോറി പറഞ്ഞ് തീർക്കേണ്ട കാര്യം. സോറി ഞാൻ പറയത്തില്ല, അല്ലെങ്കിൽ ആ ഒരു ഈഗോ ആളുടെ ഉള്ളിലുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പൊ അതുപോലെ തന്നെയാണ് സിന്ധു കൃഷ്ണ ആയാലും ആളുടെ അമ്മയായാലും പറഞ്ഞേക്കുന്നത് എന്താണ്, കഞ്ഞി കുടിച്ചു പോട്ടെ. അതേ കാര്യം തന്നെയാണ് നമ്മുടെ ദിയയും എപ്പോഴും പറയാറുള്ളത്. ബാക്കി കൂടി കേൾക്കാം. ഒരു തരത്തിലുള്ള ആഗ്രഹമില്ല. പക്ഷെ മണി പവർ കൊണ്ടും പൊളിറ്റിക്കൽ പവർ കൊണ്ടും ഒരാളെ തകർക്കാൻ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഉന്നയിച്ച് വൃത്തികെട്ട രീതിയിൽ നരമ്പ് രോഗി എന്ന രീതിയിലൊക്കെ ചിത്രീകരിച്ച് തകർക്കാൻ നിൽക്കുമ്പോൾ കണ്ടിട്ട് മിണ്ടാതിരിക്കാൻ പറ്റില്ല. തല്ലിക്കോ കുഴപ്പമില്ല, പക്ഷെ മറ്റവന്റെ കൈ കെട്ടിയിട്ട് തല്ലാൻ വേണ്ടി നിൽക്കരുത്. കൈ അഴിച്ചു വിട്ടിട്ട് തല്ലണം. അപ്പൊ അനന്തു എന്തായാലും എന്തെങ്കിലും തെറ്റ് അനന്തുവിന്റെ ഭാഗത്തു നിന്നുണ്ടെങ്കിലും മാപ്പ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. എന്തായാലും അതായത് എന്താ പറയാ, ഇങ്ങനെയാണ് സാധാരണ ഒരു മാപ്പ് പറഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ. അതായത് എൻ്റെ കസ്റ്റമേഴ്സിന് എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്കുകളോ കാര്യങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഞാൻ മാപ്പ് പറയുന്നു എന്ന് പറഞ്ഞാൽ കസ്റ്റമേഴ്സിനോട് മാപ്പ് പറയാം. അതുപോലും ആൾക്ക് പറ്റത്തില്ല. അത്രയും ഈഗോയാണ് ആളുടെ ഉള്ളിൽ നിന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ആദ്യം തന്നെ വന്നിട്ട് അനന്തുവിനെതിരെ ഇമോഷണലായിട്ട് കരഞ്ഞിട്ടും, അതായത് ഇമോഷണലായിട്ടാണ് ആൾ ആദ്യം വീഡിയോ ചെയ്തത്. അനന്തുവിനെതിരെ പറഞ്ഞു ഇമോഷണലായിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഒറ്റയ്ക്ക് വന്നവരാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം നമ്മുടെ ഹെലനോസ് പാർട്ടി ആണെങ്കിൽ ഒരു വീഡിയോസും കാര്യങ്ങളായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഈ അനന്തു പറഞ്ഞതുപോലെ തന്നെ മണി പവർ ഇതൊക്കെ ഉള്ള ആൾക്കാർക്ക്, പൊളിറ്റിക്കലി ആണെങ്കിലും പവറുള്ള ആൾക്കാരായതുകൊണ്ട് തന്നെ ഇവർക്ക് അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് ചെറിയ എന്താ പറയുക
സാധാരണക്കാരായിട്ടുള്ള യൂട്യൂബേഴ്സ് കാര്യങ്ങൾ അവർ ആരും ഇവർക്കെതിരെ പറയാൻ പാടില്ല. അവരൊക്കെ ഇവർ അടിച്ചമർത്തുന്ന ഒരു സ്വഭാവമാണ് ഇവരുടെ മെയിനായിട്ട് കണ്ടുവരുന്നത്. അപ്പോൾ കുറേ നാൾ മുമ്പ് ഹെലനോസ് പാട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ആളുടെ എന്താ പറയുക ഫോട്ടോസും കാര്യങ്ങളൊക്കെ മോർഫ് ചെയ്തിട്ട് ഇട്ടു എന്ന് പറഞ്ഞിട്ടും. അപ്പോൾ ഇത് ഇവിടെ എങ്ങനെയാണ് കണക്ട് ആകുന്നതെന്ന് വെച്ചാൽ, ഈ അനന്തു വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് 4 മണിക്കൂർ, വെറും 4 മണിക്കൂറിനുള്ളിലാണ് ആളുടെ വീട്ടിൽ പോലീസുകാർ വന്നിട്ട് ഈ ഒരു വീഡിയോസ് ഡിലീറ്റ് ആക്കിയേക്കുന്നത്, ഈ ഒരു വീഡിയോസൊക്കെ ഡിലീറ്റ് ആക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയും വേഗം കാര്യങ്ങളെല്ലാം നടന്നു. അവരുടെ ഒരു പവറാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഹെലനോസ് പാട്ട് 5 വർഷം മുമ്പാണ് ഒരു കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് ഇന്നേ വരെ അതിൻ്റെ ഒരു അപ്ഡേറ്റോ കാര്യങ്ങളോ ആയിട്ടില്ല. അതായത് ഹെലനോസ് പാട്ടെ ആണെങ്കിലും ഇത്രയും അറിയപ്പെടുന്ന രീതിയിൽ നിൽക്കുന്ന ഒരാൾ തന്നെയാണ്, സെലിബ്രിറ്റിയാണ്. പക്ഷേ ആൾക്ക് പവറോ കാര്യങ്ങളോ ഇല്ലാത്തത് കൊണ്ടാണോ, അതായത് ആളുടെ അച്ഛനോ കാര്യങ്ങളോ ഒക്കെ വലിയ അറിയപ്പെടുന്ന പൊളിറ്റീഷ്യനോ കാര്യങ്ങളോ ഒന്നും അല്ലാത്തത് കൊണ്ടാണോ എന്ന് അറിഞ്ഞുകൂടാ, ആളുടെ കേസിൽ ഇന്നേ വരെ ഒരു തുമ്പും ഒരു കാര്യം ഉണ്ടായിട്ടില്ല അപ്ഡേറ്റ്സ്. അപ്പോൾ അതിനെ പറ്റിയിട്ട് നമ്മുടെ ഹെലൻ പറയുന്ന കാര്യം കൂടി ഒന്ന് കേൾക്കാം. അരി വാങ്ങി, മണ്ണെണ്ണ വാങ്ങി, അങ്ങനെയൊക്കെ ജീവിച്ച് സകുടുംബം ജീവിച്ചു പോകുന്ന ആൾക്കാരാണ്. സാധാരണക്കാരിലും സാധാരണക്കാരായിട്ടുള്ള ഒരാളാണ്. അപ്പൊ പിന്നെ നമ്മൾ 5 അല്ല 10 വർഷം നടക്കണം. അതേസമയം എന്റെ വീഡിയോ കാണുന്ന സാധാരണക്കാരോടാണ് ഞാൻ ഈ പറയുന്നത്. അതേസമയം രാഷ്ട്രീയപരമായിട്ട് കയ്യുള്ള ആൾക്കാരുടെ മക്കൾക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ വിത്തിൻ അവേഴ്സ്, മണിക്കൂറുകൾക്കകം വീഡിയോ റിമൂവ് ചെയ്യിപ്പിക്കാൻ പറ്റുന്നുണ്ട് അല്ലേ നിയമപാലകരെ? അത് കൊള്ളാം, നല്ല നല്ല മികച്ചൊരു മയിലാട്ടമാണത്. അല്ലാണ്ട് പറയുന്നത് ഞാൻ എന്താ പറയുന്നത്? നിങ്ങൾ എന്റെ മുഖത്ത് കാണുന്ന ഈ ഒരു എക്സ്പ്രഷൻ ഉണ്ടല്ലോ, ഓഫ്കോഴ്സ് അത് എന്റെ രോദനമാണ്. 5 കൊല്ലം നടന്നിട്ട് ഒരു മയിലാട്ടവും ആവാത്ത ഞാൻ 5 മണിക്കൂറുകൾക്കുള്ള ഒരു രാഷ്ട്രീയ ബലം കൊണ്ടും പണം കൊണ്ടും ഒരാൾ നേടുന്ന കാണുമ്പം എനിക്ക് സങ്കടമുണ്ട്. ഞാൻ നിങ്ങൾക്ക് എന്റെ വീഡിയോസ് എടുത്തു നോക്കിയാൽ മനസ്സിലാവും ഞാൻ എത്ര പ്രാവശ്യം ഞാൻ ഇതിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാം. ഇതിന്റെ പിന്നാലെ ഞാൻ എത്ര നടന്നിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാം. കുഴപ്പമില്ല, ഞാൻ നിർത്തി. ആ കേസിന്റെ ഞാൻ ഇതുവരെ കൊടുത്തിട്ടുള്ള കേസിന്റെ പിന്നാലെ പോകുന്നത് ഞാൻ നിർത്തി. ഞാൻ ഇന്നത്തോടെ നിർത്തി. ഞാൻ എന്റെ വീഡിയോയിൽ പറയുന്നു, ഇന്നത്തോടെ ഞാൻ ആ പരിപാടി നിർത്തി. ഇനി കേരള പോലീസ് വിളിച്ചാലും ഇവിടുത്തെ പോലീസ് വിളിച്ചാലും കോടതി വിളിച്ചാലും ഇനി എന്ത് ഞാൻ അതിന്റെ പിന്നാലെ ഞാനില്ല. അതിന് വരുന്ന വരട്ടെ, മനസ്സിലായില്ലേ? എന്റെ 5 കൊല്ലം ഞാൻ കളഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 5 മണിക്കൂറിൽ ഒരു രാഷ്ട്രീയ പദവിയും പണവും വെച്ച് ഒരാൾക്ക് നേടാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ സാധാരണക്കാർ നിങ്ങൾ പിന്നെ എന്തിനാ ഈ ചിലക്കുന്നേ? നമ്മൾ സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ അത് അവിടെ ഇത്. ആനേന്റെ മുട്ട, മനസ്സിലായില്ലേ? ആനേന്റെ മുട്ട. സാധാരണക്കാരാണ് പറയുന്നത്. ഞാനിത് ഒരു കാര്യമില്ല കേട്ടോ, ഒരു കാര്യമില്ല. ഒന്നല്ല നിങ്ങൾ വേഗം. സത്യമാണ് ഹെലൻ പറഞ്ഞ കാര്യങ്ങൾ. കാരണം എന്താന്ന് വെച്ചാൽ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരാണെങ്കിലും ഇവിടെ നമുക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഇവിടെ ചോദിക്കാനും പറയാനും ഒരു മനുഷ്യക്കുട്ടി ഉണ്ടാവില്ല. പക്ഷെ ഇങ്ങനെയുള്ള ആൾക്കാർ വരണ സമയത്ത് ഈ ഹെലന്റെ കാര്യം തന്നെ എടുത്താൽ 5 വർഷമായി ഇതിന്റെ പുറകെ നടക്കുന്നു. ഒരു അപ്ഡേറ്റോ കാര്യങ്ങളോ ഇന്നേ അവരൊരു ഒരു കാര്യവും വന്നിട്ടില്ല. അവരെ ഒരു സൈറ്റ് അവരെ ബ്ലോക്ക് ചെയ്യാനോ അതിനെ പിടിക്കാനോ പറ്റിയിട്ടില്ല. പക്ഷേ 5 മണിക്കൂർ വീഡിയോ ഇട്ട് 5 മണിക്കൂർ ആയപ്പോഴേക്കും അനന്തുവിന്റെ വീട്ടിലെ ആൾക്കാർ എത്തിയിട്ട് ആ വീഡിയോസ് അടക്കം ഡിലീറ്റ് ചെയ്യിപ്പിച്ചു. എത്തിയത് പോലീസുകാർ കൂടിയാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം ആ ഒരു പവർ എന്ന് പറയുന്നത്. അപ്പൊ ഹെലനോസ് പാട്ട് പറയുന്ന ശരിക്കുള്ള കാര്യങ്ങളാണ്. നമ്മളെ പോലെ സാധാരണക്കാർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇവിടെ ചോദിക്കാനും പറയാനും ഒരു മനുഷ്യനും ഉണ്ടാവില്ല. അതാണ് ശരിക്കുള്ള യാഥാർത്ഥ്യം ഇവിടെ നടക്കുന്ന കാര്യം. രാഷ്ട്രീയ പാർട്ടി ചേർന്നോ ഓടിപ്പോയിട്ട്? അല്ലാതെ നിങ്ങൾ വലിയൊരു പണക്കാരനായിരിക്കണം. പണം നിങ്ങൾക്ക് ഇങ്ങനെ എറിയാൻ പറ്റണം അല്ലെ? നമ്മളതിനകത്ത് രണ്ടുമില്ല. ഞാൻ ഇനി നല്ല വെച്ചിട്ടുണ്ടെങ്കിലേ ഞാൻ വേറെ രാഷ്ട്രീയ പാർട്ടിയിലേക്ക് ഇറങ്ങണം, അല്ലെങ്കിൽ ഞാൻ. സത്യമാണ്. അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ഒന്നിക്കൽ ഏതെങ്കിലും പൊളിറ്റീഷ്യനായിട്ടുള്ള ആൾക്കാരെ കല്യാണം കഴിക്കേണ്ടി വരും, അല്ലെങ്കിൽ നമ്മൾ പൊളിറ്റിക്സിലേക്ക് ഇറങ്ങേണ്ടി വരും, അല്ലെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ടുള്ള ഏതെങ്കിലും കോടീശ്വരനായിരിക്കണം. പൈസ എറിഞ്ഞിട്ട് എന്താ പറയുക വിലക്കെടുക്കുക, പോലീസുകാരും കാര്യങ്ങളൊക്കെ വിലക്കെടുക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടി വരും. അല്ലാതെ അതല്ലാതെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് കൊടുത്താൽ അത് 10-15 വർഷമായാലും അതിലൊരു അപ്ഡേറ്റ് പോലും ഉണ്ടാവത്തില്ല. അങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് ഒരു വീഡിയോ ഇട്ടിട്ട് 5 മണിക്കൂർ ആകുന്നതിന് മുൻപ് വീഡിയോ ഡിലീറ്റ് ചെയ്യിപ്പിച്ചത്. അത് തന്നെയാണ് രണ്ടാമതായിട്ട് അനന്ത് വന്നിട്ട് ഒരു വീഡിയോ ഇട്ടിട്ട് പറഞ്ഞത്, എന്താ പറയുക പ്ലാസ്റ്റർ ഒക്കെ ഒട്ടിച്ച ശേഷം മണി പവർ എന്നൊക്കെ പറഞ്ഞിട്ട് ആംഗ്യ ഭാഷയിൽ കാണിച്ചിട്ട് പോയത്. കാരണം ഒന്നും പറയാൻ പറ്റത്തില്ല. ഇങ്ങനെയുള്ള ആൾക്കാർക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ ജയിലിൽ കിടക്കേണ്ടി വരും, അല്ലെങ്കിൽ അവരുടെ സ്വാധീനം നോക്കിയിട്ട് അവരുടെ സ്വാധീനത്തിൽ അവരെന്തൊക്കെ ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇത് തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ദിയ വീണ്ടും ന്യായീകരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. ആൾക്കാർക്കൊക്കെ അത്യാവശ്യം എനിക്ക് തോന്നുന്നു കുറച്ച് ബുദ്ധിയും വിവരമുള്ള ആൾക്കാർക്കൊക്കെ ഇവിടെ എന്താണ് നടക്കുന്നത്, എന്താണ് നടന്നത്, ആരുടെ ഭാഗത്താണ് തെറ്റെന്നൊക്കെ ഏകദേശം മനസ്സിലായിട്ടുണ്ട്. ഇനിയെങ്കിലും
ഇപ്പൊ അനന്തു ഒരു വീഡിയോ ഇട്ടു, ആള് സോറി പറഞ്ഞ് പോയിട്ടുണ്ട്. ഇനി വീണ്ടും അനന്തുവിനെതിരെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് വരുമോ എന്ന് നമുക്ക് അറിയത്തില്ല. കാരണം ആളവിടെ നിർത്തിയിട്ടാണ് പോയേക്കുന്നത്. പക്ഷെ ഈ വ്യക്തി ഇങ്ങനെ എനിക്ക് കാണുമ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ എന്താണ് ആൾ ഉദ്ദേശിക്കുന്നത് മനസ്സിലാവില്ല. കാരണം ആള് എന്താ പറയുക, ആളുടെ ഭാഗത്ത് തെറ്റുപറ്റും, അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അത് അക്സെപ്റ്റ് ചെയ്യാതെ അതല്ല അങ്ങനെയല്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോകുന്ന രീതിയിലാണ്. കാരണം ഒരു പരാതി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓക്കെ, അത് മാത്രം നമ്മൾ തെളിയിച്ചാൽ മതി. പക്ഷെ ഇത് 100 കണക്കിന് പരാതികളാണ്. അത് അനന്തു തന്നെ വീഡിയോയിൽ പറയുന്നുണ്ട്, ആൾ കാണിച്ചിട്ട് തന്നെ പറയുന്നുണ്ട്. ഒരുപാട് പേര് ഇതേപോലെ വീഡിയോസും കാര്യങ്ങളും എനിക്ക് അയക്കുന്നുണ്ട്, കാര്യങ്ങളുണ്ട്, ഒരുപാടുണ്ട്. അതായത് ഇപ്പോൾ ഒരുപാട് വീഡിയോസ് ഇനി അനന്തു വെച്ചു എന്ന് തന്നെ വിചാരിക്കട്ടെ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും യൂട്യൂബേഴ്സ് വെച്ചു എന്ന് വിചാരിക്കട്ടെ. അപ്പോൾ ഇതൊക്കെ തട്ടിപ്പാണ്, അല്ലെങ്കിൽ ഈ ഓപ്പണിംഗ് വീഡിയോ തട്ടിപ്പാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഇതിനൊക്കെ എക്സ്പ്ലനേഷൻ ആയിട്ട് ആൾ വരുമോ? അതോ എനിക്ക് മനസ്സിലാകാത്തതുകൊണ്ട് ചോദിക്കുകയാണ്. കാരണം ഇനി ഓക്കെ, ഇനി അത് തട്ടിപ്പായിക്കോട്ടെ, ആ ഓപ്പണിംഗ് വീഡിയോ അയച്ചാൽ തട്ടിപ്പോ കാര്യങ്ങളോ എന്തെങ്കിലും ആയിക്കോട്ടെ. പക്ഷേ ഇതുപോലുള്ള ഒരുപാട് കംപ്ലയിൻസ് ഉണ്ട്. ഈ കംപ്ലയിൻസ് എല്ലാം പരിഹരിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഈ പരിഹാരം പറ്റുന്നില്ലെങ്കിൽ എന്തെങ്കിലും സോറി പറയുമെങ്കിലും അറ്റ്ലീസ്റ്റ് ചെയ്യുക. അതുപോലും ആൾക്ക് പറ്റുന്നില്ല. അനന്ത് പറഞ്ഞതുപോലെ സ്വന്തമായിട്ട് എപ്പോഴെങ്കിലും ഇരുന്ന് ചിന്തിക്കുന്ന സമയത്ത് എൻ്റെ ഭാഗത്തുനിന്ന് പറ്റിയ മിസ്റ്റേക്ക്, അതിനൊരു സോറി പറയാൻ തോന്നുവാണെങ്കിൽ ഒരു സ്റ്റോറി ഇട്ടിട്ടെങ്കിലും സ്റ്റോറി പറയണമെന്ന് അനന്തു പറയുന്നുണ്ട്. കാരണം അനന്തുവിനോട് സോറി പറയാനല്ല, ഉള്ള കസ്റ്റമേഴ്സിൻ്റെ അടുത്തെങ്കിലും അത്യാവശ്യം അറ്റ്ലീസ്റ്റ് ഒരു സോറി പറയാം. കാരണം ഒരുപാട് പേര് നിങ്ങളുടെ പൈസയും നിങ്ങളുടെ കഷ്ടപ്പാടൊന്നും മാത്രം പറയാതെ ഈ അയക്കുന്ന പൈസ പോയ ആൾക്കാരുടെയും റിട്ടേൺ തിരിച്ചു കിട്ടാതെയും റീഫണ്ട് തിരിച്ചു കിട്ടാതെയും അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുടെ എന്താ പറയുക മനസ്സിൽ നിങ്ങളുടെ എന്താ പറയുക, നിങ്ങൾ എത്രയൊക്കെ കമന്റ്സ് ഡിലീറ്റ് ആക്കിയല്ലോ, നിങ്ങൾ കമന്റ്സ് ഡിലീറ്റ് ആക്കുന്നുണ്ടെന്ന് അത്യാവശ്യം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. കമന്റ് ഇടുന്നവർക്ക് മാത്രമല്ല എല്ലാവർക്കും. നിങ്ങളുടെ വീഡിയോസ് വന്നിട്ട് ഒരിക്കൽ നോക്കി കുറച്ച് കഴിഞ്ഞിട്ട് നോക്കി കമന്റ് ഒക്കെ ഡിലീറ്റഡ് ആണ്. അത് അത്യാവശ്യം എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ചിന്തിക്കുക. അപ്പോൾ എന്തായാലും ഇത് എവിടെ ചെന്ന് അവസാനിപ്പോൾ നമുക്ക് കണ്ടറിയാം. ഇനി ഒരു വീഡിയോ ആയിട്ട് ഇതിൽ വരുമോ കാര്യങ്ങളൊക്കെ നമുക്കറിയില്ല. അപ്പോൾ എന്തായാലും അനന്തു ഇവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. ഈ കാര്യത്തിൽ എന്തായാലും അനന്തുവിന്റെ ഭാഗത്ത് അനന്തുവിന്റെ തലയിൽ ഇട്ടിട്ട് പൊങ്ങാൻ വേണ്ടി നോക്കിയതാണ് പരമാവധി. അല്ലെങ്കിൽ പക്ഷേ അത്യാവശ്യം കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്താ പറയുക, ഇനിയും ഇതിൽ ഇങ്ങനെ കൊണ്ടുപോകുന്നതിൽ അർത്ഥമൊന്നുമില്ല. കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. കോമൺ സെൻസുള്ള എല്ലാവർക്കും ഇവിടെ എന്താണ് നടന്നത് എന്ന് കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.